അച്ഛനെ കാണാനെത്തിയ പ്രണവിനെ തടഞ്ഞ് സെക്യൂരിറ്റി. സംഭവം വിവരിച്ച് ആലപ്പി അഷ്റഫ്. സെലിബ്രിറ്റി ലൈഫിൽ നിന്ന് മാറി നടന്ന് ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറിയ വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ. ചുരുക്കം ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും പ്രണവിനുള്ള ആരാധക വൃന്ദം ഞെട്ടിക്കുന്നതാണ്. സിനിമയുടെയും ജീവിതത്തിന്റെയും വെള്ളി വെളിച്ചത്തിൽ നിന്നെല്ലാം അകന്ന് സാധാരണക്കാരനെ പോലെ പെരുമാറുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന പ്രണവിന്റെ ജീവിതം അസൂയയോടെയാണ് പലരും നോക്കിക്കാണുന്നത്. ഇപ്പോഴിതാ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ സ്പെയിനിലെ സെറ്റിൽ അച്ഛനെ കാണാനായി പ്രണവ് എത്തിയതും അദ്ദേഹത്തെ അകത്തു കടത്താതെ സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞുവെച്ചതുമായ സംഭവം വിവരിക്കുകയാണ് നിർമ്മാതാവും നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. സ്പെയിനിൽ ബറോസിന്റെ ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് അച്ഛൻ മോഹൻലാലിനെ കാണാൻ പ്രണവ് ഊബറിൽ വന്നിറങ്ങുന്നു. പതിവ് പോലെ വളരെ ലളിതമായ വേഷത്തിലായിരുന്നു പ്രണവ്. ഇതു കണ്ട സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ തടഞ്ഞു. ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് മോഹൻലാലിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇക്കാരണത്താലാണ് സെക്യൂരിറ്റി പ്രണവിനെ തടഞ്ഞത്. പ്രണവ് ആരാണെന്നും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ആരെ കാണാൻ വന്നതാണെന്ന സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് അച്ഛനെ കാണാനാണ് വന്നതെന്നായിരുന്നു പ്രണവിന്റെ മറുപടി. എന്നാൽ യാതൊരു കാരണവശാലും അകത്തു കയറാൻ സാധിക്കില്ലെന്ന് സെക്യൂരിറ്റി അദ്ദേഹത്തെ അറിയിച്ചു. തിരിച്ചൊന്നും പറയാതെ പ്രണവ് അവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. ആരെയും കാണാൻ സാധിക്കില്ല, തിരിച്ചു പൊയ്ക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടും പ്രണവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കുറെ അധിക സമയം ഇങ്ങനെ നിന്നു കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ സെക്യൂരിറ്റി ഗേറ്റിന് പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരു പയ്യൻ വന്ന് നിൽപ്പുണ്ടെന്ന് ഷൂട്ടിംഗ് സംഘത്തെ അറിയിച്ചു. ഇവിടുത്തെ ആരുടെയെങ്കിലും മകനാണോ എന്ന് ഒന്ന് വന്ന് നോക്കാനും പറഞ്ഞു. ഇത് കേട്ട് അന്ന് ഷൂട്ടിംഗ് സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസന വന്നു നിൽക്കുമ്പോഴാണ് അത് പ്രണവാണെന്ന് മനസ്സിലായത്. പ്രണവ് ആരാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഞെട്ടിപ്പോയി. അഷ്റഫ് പറഞ്ഞു, മോഹൻലാലിന്റെ മകനെന്ന ആനുകൂല്യം പറ്റാൻ ഒരിക്കൽ പോലും പ്രണവ് ശ്രമിച്ചിട്ടില്ലെന്നും അഷ്റഫ് പറയുന്നു. പ്രണവിന്റെ വീട്ടിൽ ആഡംബര കാറുകളുടെ ശേഖരം തന്നെയുണ്ട്. എന്നാലും പ്രണവ് യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലുമാണ്. ട്രെയിനിൽ തന്നെ സ്ലീപ്പറിലും ജനറൽ കമ്പാർട്ട്മെന്റിലുമായിരിക്കും യാത്ര. ഒരു തുള്ളി മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാത്ത ആളാണ് പ്രണവെന്നും അഷ്റഫ് പറയുന്നു.